നാഷണലൈസ്ഡ് ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി അതിൽ വലിയ മിനിമം ബാലൻസ് ഒന്നും കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. മോസ്റ്റ് ഓഫ് ദി നാഷണലൈസ്ഡ് ബാങ്കുകളും അഥവാ ഗവൺമെൻറ് ബാങ്കുകൾ നമുക്ക് ചെറിയ എമൗണ്ടിന് സേവിങ്സ് അക്കൗണ്ടുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്കുകൾ, അതായത് HDFC, ICICI, ആക്സിസ്, കൊട്ടക് മഹീന്ദ്ര, പിന്നെ IDFC ഇങ്ങനത്തെയൊക്കെ ബാങ്കുകളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് മിനിമം ബാലൻസ് ചിലപ്പോൾ 5,000 ആവാം, ചിലപ്പോൾ 10,000 ആവാം. പിന്നെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ടുള്ള സീറോ ബാലൻസ് അക്കൗണ്ടുകളുണ്ടാവും, അല്ലെങ്കിൽ സാലറി അക്കൗണ്ടുകൾ. അതല്ലാത്തതിനൊക്കെ 10,000 അങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്നാൽ ഇതിൽ ഗവൺമെൻറ് ബാങ്കുകളിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ മോസ്റ്റ്ലി തിരക്ക് കൂടുതലായിരിക്കും. പിന്നെ ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് വേണ്ടത്ര കൺസിഡറേഷൻ കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. നമ്മൾ കരുതും ഇതെന്താ നമ്മളെ പൈസക്ക് വേണ്ടി പോയിട്ട് ഇത്രയും ആറ്റിറ്റ്യൂഡ് ഇടുന്നതെന്നൊക്കെയുള്ള. പക്ഷേ ഇതിൻ്റെ രണ്ടിനും ഇടയിൽ വേറൊരു ബാങ്കുകളുണ്ട്. അത് ഏതാണെന്നറിയോ? അതാണ് ഓൾഡ് ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സ്. അതിൽ വരുന്ന പ്രധാന ബാങ്കുകളാണ് ഒന്ന് ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, CSB ബാങ്ക്, RBL ബാങ്ക്, അതുപോലെ തന്നെ കരൂർ വൈശ്യ ബാങ്ക്, പിന്നെ തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക്, കർണാടക ബാങ്ക്. ഇങ്ങനത്തെ ബാങ്കുകളുണ്ട്. ഇങ്ങനെ 12ഓളം ബാങ്കുകളുണ്ട്. നൈനിറ്റാൽ ബാങ്ക്, ജമ്മു ആൻഡ് കശ്മീർ ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അറൗണ്ട് 10 ബാങ്കുകൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന ബാങ്കുകളാണ്. സോ ഈ ബാങ്കുകളിൽ എന്താ വെച്ചാൽ ഗവൺമെൻറ് ബാങ്കുകളെ പോലെ തന്നെ ഒന്നെങ്കിൽ ചെറിയ മിനിമം ബാലൻസ് മതി, അതല്ലെങ്കിൽ വലിയ എമൗണ്ട് ഒന്നും അവർ ചോദിക്കില്ല. എന്നാൽ ഗവൺമെൻറ് ബാങ്കുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് തരാൻ പറ്റുന്ന ബാങ്കുകളാണ്. സോ അതാണ് ഇത്തരം ബാങ്കുകളുടെ പ്രത്യേകത.